My dear students, in the last class, we have studied how to prepare a slide by taking the cross section of the root of plantain. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വാഴയുടെ വേരിൻ്റെ കുറുകെയുള്ള ഛേദമെടുത്ത് സ്ലൈഡ് തയ്യാറാക്കാൻ നാം പഠിച്ചു. We have already studied the different steps of or stages of preparation of observation material. നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കി. Recording the findings is as important as conducting practicals in science. ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം രേഖപ്പെടുത്തലുകളും പ്രധാനമാണ്. Today we can study how to write a practical record in your science diary. ഇന്ന് നമുക്ക് പ്രവർത്തനക്കുറിപ്പ് തയ്യാറാക്കുന്ന വിധം മനസ്സിലാക്കാം. There are 5 steps we have to follow while writing a practical record. There are 5 steps to prepare a practical record. പ്രവർത്തനക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് 5 ഘട്ടങ്ങൾ ഉണ്ട്. They are aim, materials required, procedure, observation and inference. പ്രവർത്തനക്കുറിപ്പിൻ്റെ 5 ഘട്ടങ്ങളാണ് ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണം, നിഗമനം. In aim, we have to write why are we experimenting this? Why are we doing this experiment? That we have to write in the step aim. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ലക്ഷ്യം എന്ന ഘട്ടത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്തിനാണ് നാം ഈ പരീക്ഷണം ചെയ്യുന്നത്. The second step is materials required. In this step, we have to write the materials we need to do this experiment. പ്രവർത്തനക്കുറിപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ആവശ്യമായ സാമഗ്രികൾ എന്ന ഘട്ടത്തിൽ നാം എഴുതേണ്ടത് ഈ പരീക്ഷണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ ഏതെല്ലാമാണെന്നാണ്. The third step of practical recording is procedure. In this step, we have to write the steps we have to follow to do this experiment. പ്രവർത്തനക്കുറിപ്പിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ പ്രവർത്തനക്രമം എന്നതിൽ നാം എഴുതേണ്ടത് നാം ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. The fourth step of practical recording is observation. Here we have to write what we observe after doing this experiment. പ്രവർത്തനക്കുറിപ്പിൻ്റെ നാലാമത്തെ ഘട്ടമായ നിരീക്ഷണം എന്ന ഘട്ടത്തിൽ നമ്മൾ എഴുതേണ്ടത് നാം എന്താണ് നിരീക്ഷിച്ചത്. നാം നിരീക്ഷിച്ചത് എന്താണോ അതാണ് നിരീക്ഷണം എന്ന ഘട്ടത്തിൽ എഴുതേണ്ടത്.
The last step of practical recording is inference. Here we have to write what we understood, what we identified from this experiment. പ്രവർത്തന കുറിപ്പിൻ്റെ അവസാന ഘട്ടമായ നിഗമനം എന്ന ഘട്ടത്തിൽ നാം എഴുതേണ്ടത് ഈ പരീക്ഷണത്തിലൂടെ നാം എന്താണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ നാം എന്താണ് മനസ്സിലാക്കിയത് എന്നാണ്. Now we can write the practical record of the experiment, the cross section of the root of plantain. ഇനി നമുക്ക് വാഴയുടെ വേരിൻ്റെ കുറുകെയുള്ള ഛേദമെടുത്ത് പരീക്ഷണം ചെയ്യുന്നതിൻ്റെ പ്രവർത്തന കുറിപ്പ് തയ്യാറാക്കാം. The first step of practical recording is aim. Observe the root cells through a microscope. പ്രവർത്തന കുറിപ്പിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ലക്ഷ്യം. വേരിലെ കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. ഇതാണ് ലക്ഷ്യം എന്നതിൽ എഴുതേണ്ടത്. The second step of practical recording is materials required. പ്രവർത്തന കുറിപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആവശ്യമായ സാമഗ്രികൾ ഏതെല്ലാമാണെന്ന് എഴുതുന്നത്. Materials required: microscope, root of plantain, petri dish, glass slide, cover glass, glycerin, blade, tissue paper, needle, brush, water, stain and watch glass. ആവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, വാഴയുടെ വേര്, പെട്രി ഡിഷ്, ഗ്ലാസ് സ്ലൈഡ്, കവർ ഗ്ലാസ്, ഗ്ലിസറിൻ, ബ്ലേഡ്, ടിഷ്യൂ പേപ്പർ, നീഡിൽ, ബ്രഷ്, വെള്ളം, സ്റ്റെയിൻ, വാച്ച് ഗ്ലാസ്. The third step of practical recording is procedure. Here we have to write the different stages, the 8 stages given in your textbook in illustration 1.1 in the preparation of observation material. കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് പ്രവർത്തന ക്രമം. ഇവിടെ നാം എഴുതേണ്ടത് നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രീകരണം 1.1 തന്നിട്ടുള്ള വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. The first stage of the preparation of observation material is put the material to be observed in the petri dish containing water to prevent dehydration. ഘട്ടം 1. നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പെട്രി ഡിഷിലെ ജലത്തിൽ ഇടുക. സ്റ്റേജ് 2. Take thin cross sections of the material
to be observed. New and sharp blade is used for taking the section. ഘട്ടം 2. നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ എടുക്കുക. പുതിയതും മൂർച്ചയുള്ളതുമായ ബ്ലേഡാണ് ഛേദമെടുക്കാനായി ഉപയോഗിക്കേണ്ടത്. സ്റ്റേജ് 3. With a brush, shift the sections to a watch glass containing water. ഘട്ടം 3. ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റുക. സ്റ്റേജ് 4. Put the thinnest and complete sections to a watch glass containing stain. ഘട്ടം 4. ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണവുമായ ഛേദങ്ങളെ മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സ്റ്റെയിനിൽ ഇടുക. Safranin stain is commonly used to add color to plant parts. സസ്യഭാഗങ്ങൾക്ക് നിറം നൽകാൻ പൊതുവെ സഫ്രാനിൻ സ്റ്റെയിൻ ആണ് ഉപയോഗിക്കുന്നത്. Dip the observational material into the diluted stain and rinse off excess stain. നേർപ്പിച്ച സ്റ്റെയിനിൽ നിരീക്ഷണ വസ്തു മുക്കിയെടുത്ത് അധികമുള്ള സ്റ്റെയിൻ കഴുകി കളയണം. സ്റ്റേജ് 5. Add 1 or 2 drops of glycerin to the slide to prevent drying up of the material. ഘട്ടം 5. നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായി 1-2 തുള്ളി ഗ്ലിസറിൻ സ്ലൈഡിൽ ഇറ്റിക്കുക. സ്റ്റേജ് 6. Wash the stained section in clean water and place it in the glycerin on the slide. ഘട്ടം 6. നിറം പിടിച്ച ഛേദത്തെ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം സ്ലൈഡിലെ ഗ്ലിസറിനിൽ വയ്ക്കുക. സ്റ്റേജ് 7. Place a cover glass over the material using a needle in such a way that air bubbles do not pass. ഘട്ടം 7. വായുകുമിളകൾ കടക്കാത്ത വിധം നീഡിലിൻ്റെ സഹായത്താൽ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്റ്റേജ് 8. Wipe out the excess glycerin using cloth or tissue paper. ഘട്ടം 8. അധികമുള്ള ഗ്ലിസറിൻ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചു മാറ്റുക. Now we completed the procedure. ഇപ്പോൾ നമ്മൾ പ്രവർത്തനക്രമം എഴുതി കഴിഞ്ഞു. The fourth step of practical recording is observation. പ്രവർത്തനക്കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ 4ാമത്തെ ഘട്ടമാണ് നിരീക്ഷണം. Observation. Different types of root cells are seen. നിരീക്ഷണം. വേരിലെ വിവിധ തരം കോശങ്ങൾ നിരീക്ഷിക്കുന്നു. The last step of practical recording is inference. Inference. The root of plantain is made up of different types of cells. പ്രവർത്തനക്കുറിപ്പിൻ്റെ അവസാനത്തെ ഘട്ടമാണ്
നിഗമനം. നിഗമനം പലതരം കോശങ്ങൾ കൊണ്ടാണ് വേര് നിർമ്മിച്ചിരിക്കുന്നത്. Do you now know how to prepare a practical record? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായോ? The video about the preparation of observation material. The link of that video is given in the description box. നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നത് സംബന്ധിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.